வணக்கங்க, எப்படி இருக்காங்க நீங்க? நான் இங்க நல்லா இருக்கேங்க. அப்புறம் இந்த பண்ண போற ரெசிபி ஒரு ഉഴുന്ന് വട റെസിപ്പി. അത് മെതുവട உங்களுக்கு പിടിക്കില്ലേ? പേടിക്കൊന്നും വേണ്ട, ഇത് നമ്മുടെ വീഡിയോസ് കറികൾ തന്നെയാണ്. എന്നെ കൊല്ലരുതേ, ഞാൻ നന്നായിക്കോളാം കേട്ടോ. എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് തമിഴ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവർ മെസ്സേജ് അയക്കും. അപ്പോൾ ഇതുപോലെ തന്നെ വീണ ഏതെങ്കിലും ഒരു എപ്പിസോഡ് തമിഴിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്തത്. ഞാൻ ഒരിക്കലും അവർ ചോദിക്കില്ല, അത് നല്ല ഉറപ്പുണ്ട്. കാരണം കേട്ടുകാണല്ലോ തമിഴ്, അവർ ഒരിക്കലും ചോദിക്കാൻ വഴിയില്ല. അതുപോലെ തന്നെ എൻ്റെ മലയാളം തന്നെ വളരെ മോശമാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഭയങ്കര സ്പീഡാണ്, എക്സ്പ്രസ് ട്രെയിനാണ്, തൃശ്ശൂർ സ്ലാങ് ആണ്, പാവം ജീവിച്ചു പോട്ടെ. അപ്പോൾ ഇനി ഞാനൊരിക്കലും ഈ സാഹസത്തിന് മുതിരില്ല കേട്ടോ, പേടിക്കണ്ട. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉഴുന്ന് വട റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഒരു പെർഫെക്ഷൻ ഒന്നും ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രൈൻഡറിലാണ് അവർ ചെയ്യുന്നത്, ബൾക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് വീട്ടിൽ വലിയ മോശമില്ലാണ്ട് തരക്കേടില്ലാത്ത ഉഴുന്ന് വട എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മെതുവട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 3 മണിക്കൂറിന് മുമ്പ് വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തിട്ടുള്ള ഉഴുന്നാണ്. അതിനുശേഷം നന്നായി കഴുകിയെടുത്ത് വാർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല, ചെറുതായിട്ട് മാത്രം വെള്ളമുള്ളൂ, കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. അപ്പോൾ നമ്മൾ 3 മണിക്കൂറെങ്കിലും മിനിമം വെള്ളത്തിലിട്ട് കുതിർക്കാൻ ശ്രമിക്കുക. പിന്നെ വാങ്ങിക്കുമ്പോൾ ഇതുപോലുള്ള മൊത്തത്തിലുള്ള ഹോളായിട്ടുള്ള ഉഴുന്നാണ് ഏറ്റവും ഉഴുന്നുവടയ്ക്ക് നല്ലത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉഴുന്ന് വാങ്ങിക്കണം. ഉഴുന്നുവടയുടെ ടേസ്റ്റ് ശരിക്കും നല്ല ക്വാളിറ്റി ഉഴുന്നുണ്ടെങ്കിൽ മാത്രം ശരിയായ രീതിയിൽ കിട്ടുള്ളൂ. ഓൾഡ് സ്റ്റോക്കൊക്കെ വാങ്ങിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതായത് നല്ലോണം വിറ്റ് പോകുന്ന കടയിൽ നിന്ന് മാത്രം ഇങ്ങനെ ഉഴുന്നുവടയ്ക്കുള്ള ഉഴുന്നൊക്കെ വാങ്ങിക്കുക. അപ്പോൾ മൊത്തത്തിലുള്ള ഉഴുന്നാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ അടുത്ത് മൊത്തത്തിലുള്ള ഉഴുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള പകുതിയായിട്ടുള്ള നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഉഴുന്നായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2 ഗ്ലാസ് 240 ml ഗ്ലാസ്സിൽ ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ 10-25 ഉഴുന്നുവട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒരു 13 ഉഴുന്നുവടയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഉഴുന്നുവടയൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. അപ്പോൾ നൈബേഴ്സിനൊക്കെ കൊടുക്കണമെങ്കിൽ 2 ഗ്ലാസ് എങ്കിലും മിനിമം ഇടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ 2 ഗ്ലാസിൻ്റെ കണക്ക് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഞാനിപ്പോൾ 2 പച്ചമുളക് അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 കറിവേപ്പില. ഇപ്പോൾ ഇത് ഓപ്ഷനിലാണ്. ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉഴുന്നുവടയ്ക്ക് ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഉഴുന്ന് അരച്ചാൽ മാത്രം മതിയാവും. ഈ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി ഇടേണ്ട ആവശ്യമില്ല. നമ്മളത് കൂടാണ്ട് പിന്നെ പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട് നമ്മൾ അരച്ചതിന് ശേഷം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പതുക്കെ ഉഴുന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ മിക്സിയിലാണ് ഉഴുന്ന് അരയ്ക്കുന്നത്. എൻ്റെ അടുത്ത് ഗ്രൈൻഡർ ഇല്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ശരിക്കും ഗ്രൈൻഡറിൽ അരച്ചു കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് നമുക്ക് കൺസിസ്റ്റൻസി ഒക്കെ ശരിയായി കിട്ടുക. നമ്മുടെ പാവം മിക്സി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം അതിന് ലിമിറ്റേഷൻസ് എന്തായാലും ഉണ്ട്. എനിക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. അപ്പോൾ മാക്സിമം വെള്ളം കുറച്ച് ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇതിൽ ഞാനൊരു പല പ്രാവശ്യം ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ശരിയാക്കാനുള്ള ശ്രമത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരക്കരുത് ഉഴുന്ന്. ഒരുപാട് ഫൈനായിട്ട് അരച്ച് കഴിഞ്ഞാൽ ഉഴുന്നുവടയ്ക്ക് എനിക്ക് ഹോൾ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും തരിതരിയായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ, അതായത് മുഴുവൻ അങ്ങോട്ട് അരയ്ക്കാണ്ട് അല്പം ഒരു തരിതരിപ്പ് ഉള്ള രീതിയിലാണ് ഞാൻ അരച്ചെടുക്കാറ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചായിട്ട് അരയ്ക്കുള്ളൂ. കാരണം ഒരുപാട് ഉഴുന്ന് നമ്മൾ ജാറിലിട്ട് കഴിഞ്ഞാൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അരച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ വെള്ളം എപ്പോഴും സൂക്ഷിച്ച് ഒഴിക്കുക. പിന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ പറയാൻ ശരിക്കും പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉഴുന്നുവടയുടെ കാര്യത്തിൽ. ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന ഉഴുന്നിൻ്റെയും മിക്സിയുടെ ഒക്കെ അതനുസരിച്ച് വ്യത്യാസപ്പെടും വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചപ്പോൾ ഒരു പകുതിയോളം അരഞ്ഞിട്ടുള്ളൂ. അല്പം കൂടെ ഒരു 1/4 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. എന്നാലേ ഇനി ഇത് അരയുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മൾ നോക്കി വെള്ളം ഒഴിക്കണം. അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഉഴുന്നുവട ശരിയാവേ ഇല്ല. അപ്പോൾ മാക്സിമം വെള്ളം കുറച്ചതിന് ശേഷം വേണം നമ്മളത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 1.25 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാനിപ്പോൾ മൊത്തത്തിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഞാൻ കുറച്ച് ഉഴുന്നിട്ടത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരുപാട് അങ്ങ് ഫൈനല്ല, ചെറിയൊരു തരികൾ ഇതിൽ കാണാനുണ്ട്. എന്നാൽ മാത്രമാണ് എനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടുള്ളൂ കേട്ടോ. ഫൈനായിട്ട് അരയ്ക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. വെള്ളം കൂടി കഴിഞ്ഞാൽ എനിക്കിത് ഷേപ്പ് ആക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു തരിതരിപ്പായിട്ടാണ് ഇത് അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിത് ഈ പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ
മൊത്തത്തിൽ ഞാൻ അളന്നിട്ട് ഞാൻ പറയാം എത്ര ടേബിൾ സ്പൂണോളം വെള്ളം എനിക്ക് വേണ്ടി വന്നു എന്നുള്ള കാര്യം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇങ്ങോട്ട് ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ട് മൊത്തം അരച്ചെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാൻ പകുതിയോളം അരച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം തണുത്ത വെള്ളം ഉപയോഗിക്കുക അരയ്ക്കാൻ കേട്ടോ. അത് പറയാൻ മറന്നുപോയി. ഒരു മാക്സിമം ഐസ് വാട്ടർ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതുപോലെ തന്നെ മിക്സി ചൂടാവാൻ സമ്മതിക്കരുത്. ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ബ്രേക്ക് എടുത്തതിന് ശേഷം മാത്രം അരച്ചെടുക്കുക. പിന്നെ എപ്പോഴും ചെറിയ എമൗണ്ട് മാത്രം ഇടുക. ഒരു കൈ ഇട്ടതിന് ശേഷം ഇതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോ 1.25 ടേബിൾ സ്പൂണോ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. കാരണം ഒരുപാട് ഇതിൽ കുത്തി നിറച്ചിടരുത്. അപ്പോൾ നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എപ്പോഴും ചെറിയ ജാറിനായിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും മൂർച്ചയുള്ളത് ചെറിയ ജാറിനല്ലേ. എനിക്ക് വലിയ ജാറിലിട്ട് കഴിഞ്ഞാൽ അരയ്ക്കാൻ പറ്റില്ല. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഗ്ലാസ് ഉഴുന്ന്. അപ്പോൾ ഇതിൽ ഞാൻ മൊത്തത്തിൽ 10.5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അത് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, കണ്ടാൽ തന്നെ അറിയാം കൺസിസ്റ്റൻസി. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് അങ്ങ് മഷി പോലെ അരച്ചിട്ടില്ല. മഷി പോലെ അരയ്ക്കാണ്ട് ഒരു ചെറിയൊരു തരിതരിപ്പായിട്ടാണ് അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ടെക്സ്ചർ എനിക്ക് കിട്ടുന്നുള്ളൂ. ഇനി ഇതിന് നമുക്ക് നന്നായി അടിക്കണം. അതായത് എയറായിട്ട് നമുക്ക് യോജിപ്പിക്കണം. അത് കൈ വെച്ച് യോജിപ്പിക്കായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഫോർക്ക് വെച്ചിട്ട് നന്നായി ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അതങ്ങ് എയറായിട്ട് അങ്ങ് യോജിക്കണം. അതിനൊരു 5 മിനിറ്റോളം വേണ്ടി വരും. അത് എന്നാലാണ് നമ്മുടെ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ആവുള്ളൂ. വാഷഫിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഈ ടിപ്പ് എനിക്ക് മനസ്സിലായത്. പുള്ളിയുടെ വീഡിയോ കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എയറായിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് യോജിപ്പിക്കണം. അപ്പോൾ നല്ല ഫ്ലഫി ആയി കിട്ടും. 5 മിനിറ്റ് നമുക്ക് ശരിക്കും ഇത് ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഞാൻ 5 മിനിറ്റോളം നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോർക്ക് ഉപയോഗിച്ചിട്ട് കൈ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്തു കേട്ടോ. അപ്പോഴാണ് ആ കറക്റ്റായിട്ട് സോഫ്റ്റ്നെസ് വന്നത്. അപ്പോൾ നല്ല ഫ്ലഫി ആവും. എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഘനമായിരിക്കും. നമ്മളിത് വറുത്ത് വരുമ്പോൾ ഭയങ്കര ഉള്ളിൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കും, സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുങ്ങിപ്പോവാതെ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പരുവാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ഉഴുന്നുവട കിട്ടുന്നതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് നേരത്തെ ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ കനപ്പുരസം വരും വറുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ മാത്രമേ ഇതിൽ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചതാണ്. അരിയുന്നതിനേക്കാൾ നല്ല എപ്പോഴും ചതയ്ക്കുന്നതാണ്. അപ്പോഴും ഫ്ലേവർ കംപ്ലീറ്റ് നമ്മൾ ഇതിലോട്ട് വരുള്ളൂ. അപ്പോൾ ഒരു ഇഞ്ചി മീഡിയം സൈസ് ചതച്ചത്, ഒരു 5 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത്. പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് പച്ചമുളക് അനുസരിച്ചും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചും. അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം, സവാള ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തും. ഞാൻ ഇത്ര ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നുള്ളൂ. ഞാൻ അതിലേക്ക് അല്പം കായത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. ഒരുപാട് വേണ്ട. ഒരുപാട് കായം ചേർന്ന് കഴിഞ്ഞാലും നന്നായി കയ്പ്പ് വരും. നന്നായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ചില സൈഡിൽ ഉപ്പ് കൂടും, ചില സൈഡിൽ ഉപ്പ് കുറയും. അതിനുള്ള ചാൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം ഉപ്പും സൂക്ഷിച്ച് ചേർക്കുക. ഒട്ടും കൂടാൻ പാടില്ല. അപ്പോൾ അഥവാ കുറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. വടയുടെ കൂടെ കഴിക്കുന്ന ചമ്മന്തിയിൽ നമുക്ക് അതിനനുസരിച്ച് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നല്ല മണം വരുന്നുണ്ട്. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണ്. നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വറുത്തെടുക്കണം. ഇപ്പോൾ ഇട്ടിട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വറുത്തെടുക്കണം. അതിന് ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഇതിന്. ഇത് നമുക്ക് ഇനി ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നോൺ സ്റ്റിക്കിലൊക്കെ വറുക്കുകയാണെങ്കിൽ താഴെ പിടിക്കില്ല. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ മീഡിയം ചൂടാവുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലോട്ട് വട ഇട്ട് കൊടുക്കാൻ. അപ്പോൾ എണ്ണ ഏകദേശം മീഡിയം ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ തുളവട ഉണ്ടാക്കിയപ്പോൾ ഞാൻ കാണിച്ചില്ല. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. എന്നിട്ട് കൈ നന്നായി മുക്കുക. കൈ നന്നായി നനയണം, അല്ലെങ്കിൽ നമുക്കിത് വിട്ട് കിട്ടില്ല കയ്യിൽ നിന്ന്. അതിന് ശേഷം നടുവിലൊരു ഹോൾ ഇടുക. എന്നിട്ട് നമ്മുടെ എണ്ണയിലോട്ട് അങ്ങ് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചൂടെപ്പോഴും സൂക്ഷിക്കുക. മീഡിയം ചൂടായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും വട ഇടരുത്. അപ്പോൾ ഇതുപോലെ തന്നെ 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ വട ചിലപ്പോൾ ശരിയായിന്ന് വരില്ല, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. വീണ്ടും ഇതേപോലെ തന്നെ ഇനി തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഷേപ്പൊക്കെ ചിലപ്പോൾ അത്ര നന്നായിന്നൊന്നും വരില്ല കേട്ടോ. ഇതേപോലെ തന്നെ കൈ മുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്ന വടയുടെ നടുവിൽ ഇതേപോലെ തള്ളവിരലുകൊണ്ട് ഒരു ഹോൾ ഇടാം. ഒരുപാട് ഫൈനായിട്ട് നമ്മൾ അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വട ഉള്ളിലോട്ട് ഇടാൻ വലിയ പാടായിരിക്കും. ഇനി പതുക്കെ നമുക്കിതൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അത് നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ വടയ്ക്ക് അത്ര വലിയ ഷേപ്പൊന്നുമില്ല. വലിയ ടേബിൾ സ്പൂൺ കൊണ്ട് മറിച്ചിടുമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഷേപ്പ് ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ചെയ്യുക. അപ്പോൾ പിന്നെ ഉണ്ടാക്കിയ ഷേപ്പ് കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ മീഡിയം ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ വടയുടെ സൈസ് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എത്ര വലിയ വട വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉരുളയുടെ അളവ് വലുതാക്കാം അല്ലെങ്കിൽ ചെറുതാക്കാം. പിന്നെ നമുക്ക് അഥവാ ഈ ഇതിൽ വെള്ളം കൂടിയെന്ന് വിചാരിക്കാം, കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഒരു ടേബിൾ സ്പൂൺ അരിയും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. എണ്ണയൊന്നും ഇല്ലാണ്ട് വെറുതെ റോസ്റ്റ് ചെയ്തിട്ട് തണുത്ത ശേഷം പൊടിച്ച് വെക്കുക. ആ പൊടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. പലരും നമ്മുടെ കയ്യിന് പകരമായിട്ട് നമ്മൾ ദോശമാവ് വാങ്ങിക്കുന്ന ആ കവറിലും അതുപോലെ തന്നെ ഇലയിലൊക്കെ വെച്ചുകൊണ്ട് സ്ലൈഡ് ചെയ്യുന്നത്. പക്ഷേ എനിക്കതൊന്നും പറ്റുന്നില്ല കേട്ടോ, എനിക്ക് കൈ തന്നെ ശരിയാവുന്നുള്ളൂ. അതിലൊന്നും വെച്ചിട്ട് ശരിയായിട്ട് വരുന്നില്ല എനിക്ക്. എക്സ്പീരിയൻസ് ആവുന്നതോറും നമുക്ക് കൈ കൊണ്ട് എളുപ്പത്തിൽ സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ വെള്ളം കൂടിക്കഴിഞ്ഞാലാണ് ഈ മെയിൻ എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വെള്ളം സൂക്ഷിച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം, കൂടാതെ മാക്സിമം സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 4 ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. 4 ടൈമിലാണ് ഞാൻ ഇട്ടേക്കുന്നത്, കാരണം വീഡിയോ പിടിക്കുന്ന കാരണം ഒരുമിച്ച് ഇടാൻ പറ്റുന്നില്ല എനിക്ക്. അതുകൊണ്ട് 4ൻ്റെ വെവ് 4 ടൈം സമയത്തായിരിക്കും. ആദ്യം ഇട്ടത് വേഗം വെവും, അതേസമയം അവസാനം ഇട്ടത് അവസാനമേ വെവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ ഇതൊന്ന് മറിച്ചിടട്ടെ. ഈ വട മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ട്രിക്കി പണിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനിതിനു വേണ്ടി കുറേ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഗ്രൈൻഡർ ഇല്ലാത്തതുകൊണ്ട് മിക്സിയിൽ ചെയ്യുമ്പോൾ ഒരിക്കലും അങ്ങോട്ട് ശരിയായി വരുന്നില്ല. പിന്നെയാണ് ഞാൻ ഈ ഫൈൻ കൺസിസ്റ്റൻസി മാറിയതിന് ശേഷം ഈ ഒരു തരുതരായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയപ്പോൾ എനിക്ക് ശരിക്കും നല്ല ഡിഫറൻസ് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ എനിക്കത് പ്രസൻറ്റ് ചെയ്യാൻ തോന്നിയത്. അതുവരെ ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വരുന്നുണ്ടായിരുന്നു വടയ്ക്ക്, പക്ഷേ എനിക്ക് സാറ്റിസ്ഫൈ ആവാത്തൊരു സാധനം ഞാൻ നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചു തരിക. ഇപ്പോൾ ഒരു 95% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ റെസ്റ്റോറൻറ്റിന് ഞാൻ പറഞ്ഞില്ല, ഗ്രൈൻഡറിലാണ് ചെയ്യുന്നത്, ബൾക്കായിട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ എന്തായാലും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ വീടുകളിൽ ചെയ്യുമ്പോൾ മാക്സിമം നല്ല വട ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ റെസിപ്പി ഷെയർ ചെയ്തത്. ഈ ഒരു കാര്യം സൂക്ഷിച്ച് കഴിഞ്ഞാൽ മാത്രമല്ല, ഒരിക്കലും ഒരുപാട് നേരം ഈ സാധനം അരച്ച് കഴിഞ്ഞെടുത്ത് വെക്കാൻ പാടില്ല. ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഉണ്ടാക്കുന്നേക്കാളും തൊട്ട് മുന്നേ മാത്രമായിട്ട് ഉപ്പിടാൻ പാടുള്ളൂ. നേരത്തെ ഉപ്പിട്ട് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കും. അപ്പോൾ അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അത് സൂക്ഷിക്കണം. പിന്നെ എനിക്ക് വട ഉണ്ടാക്കിയപ്പോൾ വലിയൊരു ബ്ലണ്ടർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരും, പക്ഷേ അന്ന് ശരിക്കും പേടിച്ചു പോയി. ഞാനിതിൽ കുരുമുളക്, സാധാരണ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ കാണാറില്ലേ, ജീരകം, കുരുമുളക് ഒക്കെ അതിലിടാറുണ്ട്. അപ്പോൾ കുരുമുളക് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് ഇടാൻ വേണ്ടിയിട്ട് കുരുമുളക് മൊത്തത്തിൽ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ പച്ചമുളകും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഇതുപോലെ ഇങ്ങനെ വറുത്ത് വരുമ്പോൾ പെട്ടെന്ന്, ഈ വീടായിരുന്നില്ല കേട്ടോ, വേറൊരു വീടായിരുന്നു, വേറെ വീട്ടിലെ അടുക്കളയായിരുന്നു. പെട്ടെന്ന് ഇതങ്ങ് പൊട്ടിത്തെറിച്ച് മേലെ സീലിങ്ങിൽ മുട്ടി താഴോട്ട് വീണ് എൻ്റെ മേലേക്ക് എണ്ണയും ആ വടയും. അപ്പോൾ 3-4 വട പടപടപടപടാന്നങ്ങ് പൊട്ടിത്തെറിക്കുക. അതായത് നമ്മുടെ തൃശ്ശൂർ പൂരത്തും വെടിക്കെട്ട് എൻ്റെ വീട്ടിൽ സംഭവിച്ച പോലത്തെ ഒരു അവസ്ഥ. എണ്ണയൊക്കെ പൊട്ടിത്തെറിച്ച് കാലുമൊക്കെ വീണു. അയ്യോ, ശരിക്കും പേടിച്ചു പോയി. അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താ റീസൺ. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ്, പിന്നെ എന്ത് ചെയ്തു, വേറൊരു ദിവസം ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ പെപ്പർ ഇടാണ്ട് ഞാൻ ഉണ്ടാക്കി. അപ്പം എനിക്ക് പ്രശ്നം തോന്നിയില്ല. പിന്നെ റീസെൻ്റ്ലി ഇതുപോലെ തന്നെ ഓർക്കാതെ പെപ്പർ ഞാൻ ചതയ്ക്കാണ്ട് ഇട്ടു. അപ്പോഴും ഇതേപോലെ സംഭവിച്ചു. അന്ന് വലിയ പൊട്ടിത്തെറിയില്ല, ഒരെണ്ണം മാത്രം പൊട്ടിത്തെറിച്ച് താഴെ വീണുള്ളൂ. അന്ന് വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി ഈ പെപ്പറാണ് വില്ലൻ എന്നുള്ള കാര്യം. പെപ്പർ വില്ലനല്ല, പെപ്പർ ചതയ്ക്കാണ്ട് ഇട്ട് കഴിഞ്ഞാൽ, മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് അതിൽ കിടന്ന് ബേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും സൂക്ഷിക്കണം. കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും എന്താ പറയുക, ഇപ്പം എൻ്റെ ഗ്യാസ് അല്ലേ, അത് തീയുള്ള ഇതായിരുന്നെങ്കിൽ ശരിക്കും ആ എണ്ണയൊക്കെ ഇതിൽ വീണിട്ട് കത്ത് പിടിച്ച് പോയനായിരുന്നു. എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ദൈവത്തിനൊക്കെ ആലോചിച്ചിട്ട്, ഏത് മതസ്ഥരാണെങ്കിലും, അള്ളാഹു ആണെങ്കിലും, യേശു ആണെങ്കിലും, കൃഷ്ണനാണെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ കുക്ക് ചെയ്യുക. പ്രത്യേകിച്ച് എണ്ണയിൽ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ആ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്തതാണ്. കുരുമുളക് ഇടുകയാണെങ്കിൽ ചതച്ചിട്ട് ഇടാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ, മൊത്തത്തിൽ ഇടരുത്. എനിക്ക് പറ്റിയുള്ളൊരു അബദ്ധം, എല്ലാവർക്കും അത് സംഭവിക്കണമെന്നില്ല, എന്നാൽ പോലും. അപ്പോൾ ഇതെപ്പോഴും ചൂട് മെയിൻറ്റെയിൻ ചെയ്യുക. ലോ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്, ചൂട് മീഡിയത്തിൽ ഇട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. നല്ല ഗോൾഡൻ ഷെയ്ഡ് ആയിട്ട് വേണം ഇത് നമ്മൾ കോരിയെടുക്കാൻ, എന്നാലേ ഉള്ളിൽ വെന്തിട്ടുണ്ടാവുള്ളൂ. പിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. പിന്നെ എനിക്ക് ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് എടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വടയും കോരി മാറ്റി വെച്ചതിന് ശേഷം ഈ എണ്ണ നന്നായി അങ്ങ് തിളപ്പിക്കുക. ഞാൻ ഫ്രഞ്ച് ഫ്രൈസിൽ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വട ഇതിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക. അപ്പോൾ ഈവനായിട്ട് നല്ല ഗോൾഡൻ ഷെയ്ഡ് നമ്മൾ വടക്ക് കിട്ടും. പക്ഷെ അത് എത്രമാത്രം ഹെൽത്തി ആണെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എന്താ, അതിൽ എണ്ണ പിടിക്കില്ല, കാരണം ചൂടുള്ള എണ്ണയിലോട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം എണ്ണയൊന്നും പിടിക്കില്ല. ഇപ്പോൾ തൽക്കാലം നമുക്ക് നോക്കാം ഇത് ക്രിസ്പി ആണോ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കി അനുസരിച്ച് വേണമെങ്കിൽ തീരുമാനിക്കാം കേട്ടോ.
അപ്പം ഇത് നല്ല വടയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഷേപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നും പറയില്ല ആരും. നല്ല ക്രിസ്പിയാന്ന് തോന്നുന്നു. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്, രണ്ട് ഭാഗത്തും നന്നായി വെവണം. അപ്പോൾ ദേ ഇത് നല്ലൊരു കളറായിട്ട് വന്നിട്ട് നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള വടയാണിത്. ബാക്കിയുള്ളതും കൂടെ റെഡി ആവാനുണ്ട്. അപ്പോൾ ഞാൻ ഈ വട എടുക്കുകയാണ്. ആദ്യത്തെ വട നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ദേ കണ്ടില്ലേ, ഷേപ്പൊന്നും അത്ര വലിയ ഗുണമൊന്നുമില്ല, എന്നാൽ പോലും നല്ല കളറായിട്ടുണ്ട്. ഞാൻ 2 മിനിറ്റ് മുറിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ള ടേസ്റ്റൊക്കെ. ആദ്യത്തെ ബാച്ച് ഉണ്ടാക്കിയതിന് ശേഷം ഉപ്പ്, എരിവ്, ഇഞ്ചി ഒക്കെ കുറവ് തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ മുന്നായിട്ട് ബാക്കിയുള്ള ബാറ്ററിലോട്ട് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വട നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ക്രിസ്പിയാണ്, സമയം ഉള്ളിൽ സോഫ്റ്റുമാണ്. അപ്പോൾ ബാക്കിയുള്ള 3 വടയും നന്നായിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. എണ്ണ മാറിയതിന് ശേഷം വേറെ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാ വടയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെ പറയുകയാണെങ്കിലും. തേങ്ങ ചട്നിയുടെ സാമ്പാറിൻ്റെ കൂടിയാണ് നമ്മൾ വട ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത്. ബാക്കി കൂടി ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ചിൽ ഒരെണ്ണെടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ അതിൽ ഇച്ചിരി ഉപ്പ് കുറവ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. കുട്ടികൾക്ക് ഇപ്പോൾ സവാള ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് സവാള ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കുള്ളത് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററിലോട്ട് കുറച്ച് സവാള അരിഞ്ഞിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നമ്മൾ രണ്ടാമത്തെ ബാച്ചാണ്. ഇത് ആദ്യം ഇട്ട 3 എണ്ണം ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്, അതേസമയം അവസാനം ഇട്ടുള്ള 4 എണ്ണത്തിന് ലൈറ്റ് ഷെയ്ഡേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ടിട്ട് നമുക്ക് മീഡിയം തീയിലിട്ടതിന് ശേഷം മാത്രം ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത് മറക്കരുതേ മെയിൻറ്റെയിൻ ചെയ്യാൻ ചൂട്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഉള്ളിൽ വെവില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഉള്ളിൽ വെന്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്ത് മുഴുവനും വെള്ളത്തിലായിട്ട് മാറും. എനിക്ക് ആദ്യത്തെ ബാച്ച് എടുത്ത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം എത്ര വേവ് വേണ്ടി വരും എന്നുള്ള കാര്യം. അപ്പോൾ മൊത്തത്തിലുള്ള ബാറ്റർ ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. വട കൂട്ടി കഴിക്കാനുള്ള തേങ്ങ ചമ്മന്തി റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും വടയ്ക്കുള്ള തേങ്ങ ചമ്മന്തി കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുക, ഒരുപാട് ലൂസാക്കില്ല. അതുപോലെ തന്നെ പച്ചമുളക് ഇച്ചിരി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് വട കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ, തേങ്ങ ചമ്മന്തി പിന്നെ സാമ്പാറും. സാമ്പാർ ഞാൻ വല്ലപ്പോഴും കഴിക്കുള്ളൂ, തേങ്ങ ചട്നിയാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ കഴിക്കാൻ. അപ്പം മൊത്തത്തിൽ നമുക്ക് 25 വടയാണ് 2 കപ്പ് ഉഴുന്നിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റിയത്. അതായത് ഇച്ചിരി മീഡിയം സൈസ് വലിപ്പമുള്ള വട കേട്ടോ. വീക്കെൻഡല്ലേ വരുന്നത്, അപ്പോൾ വീക്കെൻഡിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.